ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഇഫ്താറിൻ്റെ കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കൊടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇപ്പോൾ നോമ്പായരെ രാവിലെ എണീച്ചാൽ ചിന്ത ഉണ്ടാകുക വൈകുന്നേരം എന്താ കടി ഉണ്ടാക്കാമെന്നാണ് കൂടുതൽ ചിന്തിക്കുക. ചില സമയം ഇങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ട് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയത് ചിക്കനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു റോൾ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്നും വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കപ്പിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കണക്കിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒലീവ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് ഓയിലാണോ നിങ്ങൾ ചേർക്കാറ് അതെടുക്കുക. വെജിറ്റബിൾ ഓയിലെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതേ രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുക്കണേ. കുഴക്കുന്നതിൻ്റെ ആ ഒരു ഫുൾ ഭാഗം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. കുഴക്കുന്ന ഭാഗം കാണിക്കാൻ പിന്നെ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ ഇതാ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാബേജ്, ക്യാരറ്റ്, സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഏതെല്ലാം മസാലപ്പൊടികളാണോ ചേർക്കാറ് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കേ. എന്നിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണേ. ഒരുപാട് അങ്ങ് കുക്കാക്കി എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ വെജിറ്റബിൾ അല്ലേ, അപ്പം ഒരുപാട് കുക്കാക്കി എടുക്കുമ്പോൾ അങ്ങ് അലിഞ്ഞു പോകും. എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഫ്രൈ ചെയ്തിട്ട് ചിക്കി എടുത്തതാണ്. ആ ഒരു ഭാഗം കാണിക്കുന്നില്ല, അത് നിങ്ങളെന്തായാലും മനസ്സിലാക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയായി. ഒരുപാട് പിന്നെ വാട്ടി അങ്ങ് എടുക്കണ്ടേ. ഈ രീതിയിലായാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതിൽ നിന്ന് ഞാൻ ഇതൊക്കെ ഓരോ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ആദ്യം ഒന്ന് റൗണ്ടിൽ പരത്താം. പിന്നെന്ന് വെച്ചാൽ നമ്മൾ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇത് പരത്തുക, എന്നിട്ട് പിന്നെ 2 സൈഡും മടക്കുക, എന്നിട്ട് ആദ്യം പരത്തുക, ആദ്യം പിന്നെ ഇത് മടക്കുക. അങ്ങനെ ഒരു 3-4 തവണ ഇതുപോലെ തന്നെ ആവർത്തിച്ച് കൊടുക്കണേ. പിന്നെ ഇപ്പം തന്നെ ഇതിങ്ങനെ കുറേ കാണിക്കുമ്പോൾ തന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുകയും ചെയ്യും. കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മടക്ക് ചപ്പാത്തിൻ്റെ ആ ഒരു ലെവലിൽ ഇത് ചെയ്ത് എടുക്കുക. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്സ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ പരത്തി എടുക്കേണ്ട ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. മടിയുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് എന്നെപ്പോലെ. അപ്പോൾ ഇതാ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ 2 ഭാഗമാക്കിയിട്ട് എടുക്കണേ. അപ്പോൾ ഒന്ന് തൽക്കാലം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണേൽ ഇട്ട് കൊടുക്കാൻ. സൈഡിൽ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുത്താൽ പിന്നെ മടക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് ഒരു തവണ മടക്കിയ ശേഷം ആ 2 സൈഡിൽ 2 വശവും ഉള്ളിലോട്ട് ചെറുതായിട്ടൊന്ന് മടക്കണേ. എന്നിട്ട് കൈ വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഫില്ലിങ്ങൊക്കെ പുറത്ത് വന്നിട്ട് ഉള്ളിലൊന്നും ഇല്ലാത്ത അവസ്ഥയിലാവും. അതുകൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ, കാണാത്ത വിധത്തിൽ. എന്നിട്ട് ഒരു തവണ അങ്ങോട്ടേക്ക് മടക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ. വലിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണ്ട, ചെറിയ ചെറിയ
ഗ്യാപ്പ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് റോള് ചെയ്യുക. സംഭവം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കണേ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. അപ്പോൾ ഒന്നേ ഞാൻ കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണേ. ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ എള്ള് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ ആദ്യം ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. എന്നിട്ട് എള്ള് എൻ്റെ കയ്യിൽ പറ്റി പിടിപ്പിച്ച് എന്നിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ എള്ള് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. ഇനി എള്ള് വേണ്ടാത്തവർക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കുക. ഓക്കെ, എള്ളുണ്ടായാൽ കുറച്ചും കൂടി കാണാനൊക്കെ നല്ല വൃത്തി ഉണ്ടാകും. അപ്പോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് അത് ഒഴിവാക്കാം, പണിയൊന്നുമില്ലല്ലോ. ആദ്യം നമ്മളെ കൈ വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് എള്ള് കൈക്ക് പറ്റി പിടിപ്പിക്കുക, എന്നിട്ട് അതിൽ പറ്റി പിടിപ്പിക്കുക. ഇത്രയേ പണിയുള്ളൂ. എന്നിട്ട് ഇതാ ഞാൻ ഓരോന്നും ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാട് കുത്തി നിറച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുക്കുക, എന്നെങ്കിൽ മാത്രമേ ഇത് പൊങ്ങി വരും. തിങ്ങി അങ്ങോട്ട് കൊടുത്താൽ ഇതിന് പൊങ്ങാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വശമായാൽ മറുവശവും തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് വശമായാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ ഈ ഒരു റെസിപ്പിൻ്റെ ഭാഗം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പരത്തിയെടുക്കേണ്ട ഒരു കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല. പിന്നെ ഇതേ രീതി നമുക്ക് ഓവനിലും ചെയ്തെടുക്കാം.